ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രം വ്ളോഗിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേളി ബീച്ചിൽ പോയിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയ ശേഷം ഇനി പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു കേട്ടോ. 6 വർഷം കൂടുമ്പോഴാണ് ഇത്ര മനോഹരമായൊരു ദൃശ്യം അവിടെ സാധ്യമാകാറുള്ളത്. ലക്ഷദ്വീപം എന്ന് പറയും. അപ്പോൾ ഈ ഒരു പുതുവത്സര ദിനത്തിൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞതും വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പുതിയൊരു വർഷം പുതിയൊരു തുടക്കമായി, നല്ലൊരു തുടക്കമായി തന്നെ മാറി. 56 ദിവസം വ്രതമെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും വിളക്കുകളൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിനുള്ളിലും പുറത്തും മതിലിലും ചുവരുകളിലും ഒക്കെ ലക്ഷദീപങ്ങൾ കത്തിച്ചിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പത്മനാഭസ്വാമീനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇപ്പോൾ വ്രതമെടുത്തവരെല്ലാവരും കൂടി മന്ത്രങ്ങളും ജപങ്ങളൊക്കെ ചൊല്ലി ഓരോരോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
अलग अलग लाइट जल रही है साथों में। അങ്ങനെ ദാ ഒരു 8:30 ആയപ്പോഴേക്കും അവിടുത്തെ പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഓരോ പൂജകളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അയ്യോ എന്തൊരു രസമാണ്. നമ്മൾ പകൽ പോയി കാണുന്നതിനേക്കാളും ആ ഒരു ഭംഗി തിരിച്ചറിയണമെങ്കിൽ രാത്രി ചെല്ലണം. അത്ര ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.